അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനായിട്ട് ഓരോ ദിവസവും ഓരോ കരക്കാരുടെയാണ്. അപ്പം ഞങ്ങളുടെ തോട്ടമൺകാവ് ദേവീക്ഷേത്രത്തിലെ ഭരണി ഉത്സവത്തിൻ്റെതായിട്ടുള്ളതാണ് ഓരോ കരക്കാരുടെയായിട്ട് ഗാനമേള ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പകലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ പരിപാടികൾ നമ്മൾക്ക് കണ്ടാലും ദൈവത്തിൽ അമ്പലത്തോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടൊരു ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ വന്നെല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ഗാനമേളയൊക്കെ കേൾക്കാനായിട്ട് വന്നതാണ്. അപ്പം നമ്മുടെ ബൺമസ്ക ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. പലയിടത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും ബൺമസ്ക എന്നാന്നുള്ളത് ഇവിടെ വന്നപ്പോൾ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഇവിടെ നിന്ന് കിട്ടി കഴിച്ചപ്പോഴാണ് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് മനസ്സിലായത്. മിക്കയിടത്ത് ഉടായിപ്പാണ്, കുറേ ക്രീം തേച്ചിങ്ങി തരത്തേ ഉള്ളൂ. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീമുണ്ട്, പിന്നെ ബജിയുടെ ഒരു സെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് അപ്പം ഞങ്ങളുടെ കരയുടെ വന്നത് ബൽറാമായിരുന്നു വന്നത് ഗാനമേളയ്ക്ക്. അങ്ങനെ BB ഓഡിയോസിൻ്റെ ആയിരുന്നു. അപ്പം അവരുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ അവരുടെ ഗാനമേളയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഓഡിയൻസിൽ നിന്ന് ഒരാൾ ഇന്ന് ഡാൻസ് കളിക്കണ്ട. അപ്പോൾ അവിടെ നിന്ന് ചുമ്മാ നിർബന്ധിക്കാൻ നേരത്ത് അങ്ങനെ ഗാനമേളയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോ പ്രാവശ്യം ഓരോ കരക്കാർക്കും പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചുള്ളൂ, ഞങ്ങളുടെ ഈ കരയിൽ ഇത്രയും ദിവസം ഉത്സവം നടക്കുമ്പോഴുണ്ടല്ലോ എന്ന് ഗാനമേളയാണ്. ഒരു ദിവസം പോലും ഒരു വെറൈറ്റി ആയിട്ടുള്ള വേറെ പരിപാടി വേണ്ടിയിട്ടില്ല. ചിലത് നല്ല ഗാനമേളയായിരിക്കും, ചിലത് കൊള്ളത്തില്ല. അങ്ങനെ എന്നാലും ഞങ്ങളുടെ കരയുടെ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടാണ് ഗാനമേളയുടെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ആ ഒരു ഭാരവാഹികളൊക്കെ അവരതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മറ്റു കരക്കാരെ കുറ്റം പറയല്ല കേട്ടോ, എല്ലാ കരക്കാരെയും നല്ലതാണ്. പക്ഷേ ചില ഗാനമേളയൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഗാനമേളയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അമ്പലത്തിൽ ഇതിന് മുൻവർഷത്തെ ഉത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെ അമ്പലത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ഇതിൻ്റെ കൊടിയിറങ്ങാറൊക്കെയുള്ള ദിവസങ്ങളൊക്കെ അടുത്തടുത്തായിട്ട് വരുന്നു കേട്ടോ. എന്നാണ് ഉത്സവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മനസ്സിൽ എന്നതോ ഒരു ഇതുപോലെയാണ്. കാര്യം ഇത്രയും ദിവസം നല്ല ഒച്ചയും അനക്കവും ബഹളവും ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അവിടെ അനക്കവും ഒന്നുമില്ലാതെ ഒരു സൈലൻ്റ് ആയിട്ടൊക്കെ നമുക്ക് അമ്പലത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കിടക്കുന്നതിനകത്തേക്കുണ്ടല്ലോ കഴിഞ്ഞു പോയ ഓരോ ദിവസങ്ങളും മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ പ്രാവശ്യത്തും കൊടിയിറങ്ങാനൊക്കെയുള്ള സമയങ്ങളൊക്കെ ആയിട്ട് വരുന്നു. ദിവസങ്ങളെടുത്ത് വരുന്നു. അപ്പം അടുത്തൊരു ആഘോഷത്തിനായിട്ട് വീണ്ടും കാത്തിരിക്കുകയൊക്കെയാണ് ഇനി എല്ലാവരും. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. എല്ലായിടത്തും ഇപ്പോൾ ഉത്സവവും പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഓരോരോ നാട്ടിലും ഓരോ രീതിക്കാണ്. അങ്ങനെ ഓരോ രീതിക്കായിട്ട് എല്ലായിടത്തൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെയാണ് കേട്ടോ. പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വരുന്നതൊക്കെ ഉള്ളൂ. ഒരു അമ്പലത്തിലെ ഉത്സവം കഴിയുമ്പോൾ അടുത്ത അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയിരിക്കും. അങ്ങനെ ആൾക്കാർക്ക് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ദീപക്കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സെറ്റാക്കിയ ഓരോരോ മത്സരിച്ചാണ് ഓരോ കരക്കാരും ഓരോന്നും ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഉത്സവം കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിലും എന്നൊക്കെയാണ് പരിപാടിയും കാര്യങ്ങളും എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാമേ.